കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം ദാമ്പത്യ വിശ്വസ്തതയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ എത്ര പേർ സ്വന്തം പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുന്നുണ്ട്? എല്ലാ വീട്ടിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ പിണക്കമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇത്തരം പിണക്കമുള്ളിടത്തെ സ്നേഹവും ഉണ്ടാകൂ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇക്കാലത്ത് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിധി വിടുകയും പിന്നാലെ മറ്റൊരു ഇണ തേടി പോകുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിലും വർദ്ധിച്ചിരിക്കുകയാണ്. പിന്നീട് അത് സംശയത്തിനും കുടുംബ തകർച്ചയ്ക്കും അക്രമത്തിനും ആത്മഹത്യയ്ക്കും വരെയും കാരണമാകാം. പാലക്കാട് പെരിയാരത്തെ മീര എന്ന യുവതിയുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തവും പരിശോധിക്കേണ്ടതാണ്. ഭർത്താവുമായി പിണങ്ങി കഴിഞ്ഞ രാത്രി വീട്ടിലെത്തിയ യുവതി പിന്നീട് അയാൾക്കൊപ്പം തിരികെ പോയിരുന്നു. എന്നാൽ അതിനുശേഷം എന്താകും അവർക്ക് സംഭവിച്ചത്? ഇതോടൊപ്പം ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ്റെ അറസ്റ്റും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് നടപടിയും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആദ്യ വിവാഹ ബന്ധം തകർന്നതിന് ശേഷമാണ് മീര എന്ന യുവതി പാലക്കാട് പുതുപ്പെരിയാരത്തെ അനൂപിനെ കല്യാണം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നു. ഭർത്താവുമായി പിണങ്ങി യുവതി ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോയി. കഴിഞ്ഞ രാത്രിയും അനൂപുമായി വഴക്കിട്ട് അവൾ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ രാത്രി 11ഓടെ ഭർത്താവെത്തി യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി. പിറ്റേന്ന് മീരയുടെ ബന്ധുക്കൾ കേട്ടത് അവളുടെ മരണവാർത്തയാണ്. പോലീസാണ് യുവതി മരിച്ചെന്ന് ബന്ധുക്കളെ അറിയിച്ചത്. മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. സോഷ്യൽ മീഡിയയിലടക്കം സജീവമായിരുന്ന മീരയുടെ ജീവിതത്തിൽ എന്താകും സംഭവിച്ചത്? ഹേമാംബിക നഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് പുതുപ്പരിയാരത്താണ് യുവതിയെ ഭർത്ത വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാട്ടുമന്ത ചോളോട് സ്വദേശിനി 29-കാരി മീരയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഭർത്താവുമായി പിണങ്ങി മീര സ്വന്തം വീട്ടിൽ വന്നിരുന്നു. തുടർന്ന് 12 മണിയോടെ ഭർത്താവ് അനൂപെത്തി മീരയെ കൂട്ടിക്കൊണ്ടുപോയി. ഇതിനുശേഷമാണ് മീര മരിച്ചത്. മരണവിവരം അറിയിച്ചത് പോലീസാണെന്നും മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മീരയുടെ കുടുംബാംഗങ്ങൾ പറയുന്നു. മീരയെ അനൂപ് നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും വഴക്കുണ്ടായതിനെ തുടർന്നാണ് മീര സ്വന്തം വീട്ടിൽ എത്തിയതെന്നും ബന്ധു ഡെയ്സി അനിൽകുമാർ പറഞ്ഞു. രാത്രി അനൂപ് വന്ന് സംസാരിച്ച് വിളിച്ചുകൊണ്ടുപോയ ശേഷം രാവിലെയാണ് മീരയുടെ മരണവിവരം ഇവർ അറിയുന്നത്. വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് അമ്മയും ചേച്ചിയും അവളുടെ ഭർത്താവ് 2 കുട്ടികളാണ് വീട്ടിലുള്ളത്. അവർ ഇവളോട് പോവണ്ടറി പറഞ്ഞു. അപ്പോൾ അവൾ ശരി പറഞ്ഞ് അവിടെ ഇരുന്നപ്പോഴത്തേക്കിന് ഇരിക്കുക, നമുക്ക് നാളെ രാവിലെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവള് അവിടെ ഇരുന്നപ്പോഴത്തേക്കിന് ഇവൻ രാത്രി വന്ന് വീണ്ടും കൂട്ടിയിട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഏകദേശം 1 വർഷം. ആശുപത്രിയിലെത്തിയപ്പോൾ അവിടെ ഭർത്താവോ കുടുംബാംഗങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നാണ് മീരയുടെ ബന്ധുക്കൾ പറയുന്നത്. മീരയുടെ 2ാം വിവാഹമാണിത്. ആദ്യ വിവാഹത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. ആ ബന്ധത്തിൽ ഒരു മകളുണ്ട്. മീരയും അനൂപും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. പിന്നീടാണ് ഇരുവരും വിവാഹം കഴിച്ചത്. ഏറെ നാളായി മീര ഭർത്താവിൽ നിന്ന് അതിക്രമം നേരിടുന്നുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. അടുത്ത കാലത്താണ് ഈ വിവരം ബന്ധുക്കളെ അറിയിച്ചത്. മദ്യപിച്ചെത്തി അനൂപ് അക്രമം നടത്താറുണ്ടെന്ന് മീര കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു. മരണത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അനൂപിനെ ചോദ്യം ചെയ്യുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത തെറ്റാണ്. വിവാഹ വാഗ്ദാനം നൽകി യുവതികളെ വഞ്ചിക്കുന്നത് ഏത് റാപ്പറാണെങ്കിലും നിയമ നടപടി ഉണ്ടാകും. യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിൽ റാപ്പർ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയച്ചു. യുവതിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും ഡിജിറ്റൽ തെളിവുകളുമാണ് വേടന് തിരിച്ചടിയായത്. പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു താനും പരാതിക്കാരിയും തമ്മിലെന്നാണ് വേടൻ പോലീസിനോട് പറഞ്ഞത്.
2 ദിവസമായി നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസിന്റെ നടപടി. തൃക്കാക്കര SP-യുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. വേടനെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്ററോഗേറ്റ് ചെയ്യും, ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും, പിന്നെ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കും. യുവതിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും നിരത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയച്ചു. രണ്ടാമത്തെ കേസിലും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വേടൻ പറഞ്ഞു. പരിപാടികളിൽ സജീവമാകും. ഗൂഢാലോചന ഉണ്ടോ എന്ന ചോദ്യത്തിന് പിന്നീട് എല്ലാം പറയാമെന്നായിരുന്നു മറുപടി. കേസിനെ കുറിച്ചൊന്നും സംസാരിക്കരുതെന്നാണ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ ഇതിലുള്ള കേസില് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നിങ്ങളാരും പേടിക്കേണ്ടിരിക്കും. ഞാൻ എല്ലാം പറയും. എനിക്കൊരു സമയം കിട്ടട്ടെ, ഞാനൊന്ന് ഫ്രീ ആവട്ടെ, ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ ഫ്രീ ആവട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം പറയാൻ വന്നിട്ട് എവിടെ പോകാനാണ്. 2021 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ കോഴിക്കോടും കൊച്ചിയിലും എത്തിച്ച് പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. ഒരു തവണ ലഹരി ഉപയോഗിച്ച് പീഡിപ്പിച്ചെന്നും യുവതി പറയുന്നുണ്ട്. പാട്ട് പുറത്തിറക്കാൻ എന്ന പേരിൽ 31,000 രൂപ തട്ടിയെടുക്കുകയും ചെയ്തെന്നും പരാതിയുണ്ട്. വിവാഹത്തിൽ നിന്ന് വേടൻ പിന്മാറിയത് മാനസികാരോഗ്യം തകർത്തുവെന്നും അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്നുമാണ് അതിജീവിതയുടെ വാദം. എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത മറ്റൊരു കേസിലും വേടൻ പ്രതിയാണെങ്കിലും ഈ കേസിലെ പരാതിക്കാരി ഇതുവരെ മൊഴി നൽകാത്തതിനാൽ തുടർ നടപടികൾ വൈകുകയാണ്. ലൈംഗികമായി അതിക്രമിച്ചെന്ന് കാട്ടി സംഗീത ഗവേഷകൻ നൽകിയ പരാതിയിലാണ് കേസ്. ഈ കേസിലും വേടന് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിൽ ശല്യപ്പെടുത്തിയെന്നും ഗർഭചിത്രം നടത്തിയെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ ആ യുവതികൾക്ക് പരാതിയില്ല. പിന്നെ എങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകും? ഇതോടെ അന്വേഷണ ഉദ്യോഗസ്ഥരും വെട്ടിലായിരിക്കുന്നു. രാഹുലിനെതിരെ നിയമ നടപടിയുമായി പോകാൻ താല്പര്യമില്ലെന്നാണ് ആരോപണം ഉന്നയിച്ച 2 യുവതികളും വ്യക്തമാക്കുന്നത്. നിയമവഴികൾ ഇല്ല എന്നതിനർത്ഥം എല്ലാം കൂട്ടിക്കെട്ടിയെന്നല്ലോ എന്നും താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നവയല്ലെന്നും നടി റീനി ആൻ ജോർജ് പറഞ്ഞു. അതേസമയം രാഹുലിനെതിരെ പരാതി നൽകിയവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആരോപണമുന്നയിച്ച് പരസ്യമായി രംഗത്ത് വന്ന 2 യുവതികൾക്കും കേസിനോട് താൽപ്പര്യമില്ല. ഇക്കാര്യം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അവർ അറിയിച്ചു. ഇതോടൊപ്പം ഗർഭചിത്രത്തിന് ഇരയായി എന്ന് ക്രൈംബ്രാഞ്ച് കരുതുന്ന യുവതിയും പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യം കാട്ടുന്നില്ല. കേസിനില്ലെന്ന് ഇവരും അറിയിച്ചെന്നാണ് സൂചന. യുവതികളെല്ലാം കേസിനോട് വിമുഖത കാട്ടുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തിരിച്ചടിയാണ്. ഇതോടെ അന്വേഷണം വഴിമുട്ടാനാണ് സാധ്യത. ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതി പരാതി നൽകാത്ത സാഹചര്യത്തിൽ ബംഗളൂരു ആശുപത്രിയിൽ നിന്നും ഗർഭചിത്ര തെളിവുകൾ കിട്ടിയാൽ പോലും രാഹുലിനെതിരെ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല. 2 യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയരായതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഇതിലൊരാളെ രാഹുൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചത് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലെന്നാണ് അറിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും മോശം അനുഭവമുണ്ടായെന്ന് വെളിപ്പെടുത്തിയ കൊച്ചിയിലെ യുവനടി റിനി ആൻ ജോർജിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു. മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനോടും പറഞ്ഞുവെങ്കിലും നിയമ നടപടിക്ക് താൽപ്പര്യമില്ലെന്ന് അവർ മൊഴി നൽകി. ട്രാൻസ്ജെൻഡർ യുവതി മൊഴി നൽകാൻ താൽപ്പര്യമില്ലെന്ന് പോലീസിനെ അറിയിച്ചു. അതിനിടെ താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നവയല്ലെന്ന് വ്യക്തമാക്കി നടി റിനി ആൻ ജോർജ് ഇൻസ്റ്റഗ്രാമിൽ രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവനടിയടക്കം നിയമ നടപടിക്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചെന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടെയാണ് റിനിയുടെ കുറിപ്പ്. പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഉന്നയിച്ച കാര്യം കൊള്ളുന്നവർക്ക് പൊള്ളുന്നത് കൊണ്ടാണ് തനിക്കെതിരായ പെയ്ഡ് ആക്രമണം. നിയമവഴികൾ ഇല്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നല്ലോ എന്നും റിനി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. ക്രൈംബ്രാഞ്ച് ബന്ധപ്പെട്ടിരുന്നുവെന്നും തൽക്കാലം നിയമ നടപടിക്കില്ലെന്നാണ് തന്റെ നിലപാടെന്നും റിനി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയെന്ന കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആദ്യം വിവാദ നായകനാക്കിയത്. എന്നാൽ അതിനൊന്നും കുലുങ്ങാതെ അയാൾ സംസ്ഥാന അധ്യക്ഷനായി. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് MLA ആയി. അങ്ങനെ വലിയ താരപരിവേഷത്തോടെ നിൽക്കുമ്പോഴാണ് ലൈംഗികാരോപണങ്ങൾ പുറത്തു വന്നത്. അതോടെ പഴയ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിന്റെ അന്വേഷണവും പോലീസ് പൊക്കിയെടുത്തു.
കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ 4 സുഹൃത്തുക്കളെ കൂടി പ്രതി ചേർത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. KSU ജില്ലാ സെക്രട്ടറി നുബിൻ വിനു, അടൂർ സ്വദേശികളായ അശ്വന്ത്, ജിഷ്ണു, ചാർലി ഡാനിയൽ എന്നിവരെയാണ് പ്രതി ചേർത്തത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവരങ്ങൾ കൈമാറുന്നതിന് പ്രതിപട്ടികയിലുള്ളവർ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച കേസിലെ 3-ാം പ്രതി അഭി വിക്രമിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തിയപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ തുടർ നടപടികൾ. ഇതിന്റെ ഭാഗമായി നുബിൻ ബിനു അടക്കമുള്ളവരുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്നുള്ള പരിശോധനയിലാണ് ഇവരെ പ്രതി ചേർക്കാൻ തീരുമാനിച്ചത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി വിതരണം ചെയ്തതിൽ ഇവർക്ക് നിർണായക പങ്കെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർത്തത്. വ്യാജ കാർഡ് നിർമ്മിച്ച് വിതരണം ചെയ്യാൻ കാർഡ് കളക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിൽ ഇവർ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ശനിയാഴ്ച ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. തിരുവനന്തപുരത്ത് ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാഹുലിന് പറ്റിയ ഇടം നിർദ്ദേശിക്കാനും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടും. നേരത്തെ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അത് കിട്ടിയില്ലെന്നായിരുന്നു രാഹുലിന്റെ ഒപ്പമുള്ളവരുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമയിൽ പോലീസുകാർ പ്രതികളെ മൃഗീയമായി മർദ്ദിക്കുന്ന പല രംഗങ്ങളും കാണാറുണ്ട്. നമ്മുടെ നാട്ടിലെ പോലീസുകാരിൽ പലരും ഇത്തരം സിനിമകൾ കണ്ട് ആവേശം കൊണ്ടാണോ കയ്യിൽ കിട്ടുന്നവരെ ആക്രമിക്കുന്നതെന്നൊരു സംശയം. കാരണം ഇടുക്കി മറയൂർ സ്റ്റേഷനിലെ ഒരു SI-യുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഇടിയൻ പോലീസുകാരെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ്. കസ്റ്റഡി മർദ്ദനങ്ങൾ ചർച്ചയാകുന്നതിനിടെയാണ് മമ്മൂട്ടിയുടെ ആവനാഴി എന്ന സിനിമയിലെ ദൃശ്യങ്ങൾ SI മാഹിൻ സലീം പങ്കുവച്ചത്. പോലീസുകാരനായ മമ്മൂട്ടി കള്ളനെ പിടിച്ച് മുഷ്ടി ചുരുട്ടി ഇടിക്കുന്ന സീനിന് കുറ്റം സമ്മതിക്കേണ്ടേ എന്ന അടിക്കുറിപ്പും എഴുതിയിട്ടുണ്ട്. മുൻപ് കോതമംഗലം SI ആയിരിക്കെ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് സസ്പെൻഷൻ നേരിട്ട വ്യക്തിയാണ് മാഹിൻ. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് വലിയ ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അന്നൊക്കെ സാറും ടീച്ചറും വരുന്നത് കാണുമ്പോൾ പലരുടെയും ഉള്ളിൽ ഭയമായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലം മാറി. അധ്യാപകർക്ക് നേരെ കൊലവിളിയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന പുതിയ തലമുറ. കൊല്ലം അഞ്ചാലമൂട് സ്കൂളിൽ +2 വിദ്യാർത്ഥിയും കായിക അധ്യാപകൻ തമ്മിൽ സംഘർഷമുണ്ടായ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റു. അധ്യാപകനും പരിക്കേറ്റെന്നാണ് പരാതി. പോലീസിനും ബാലാവകാശ കമ്മീഷനിലും വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥിനിയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ അധ്യാപകനായ റാഫി ഇടപെട്ടതാണ് സംഘടനത്തിന് കാരണമായത്. സംഘർഷത്തിൽ വിദ്യാർത്ഥിയുടെ മൂക്കിന് ഗുരുതരമായ പരിക്കേറ്റു, തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘടനത്തിൽ അധ്യാപകനും പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ കുടുംബം പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകി. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട് വെള്ളയിൽ 5 ദിവസം മുൻപ് മരിച്ച അസീമിന് എന്താണ് സംഭവിച്ചത്? തിരുവോണ ദിവസം സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ച ശേഷം വീട്ടിലെത്തിയതാണ് ഈ 40-കാരൻ. പിറ്റേന്ന് രാവിലെ അയാളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. സ്വാഭാവിക മരണമെന്ന് കരുതി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സംസ്കരിച്ചു. അതിനുശേഷമാണ് വീട്ടുകാർക്ക് ചില സംശയങ്ങൾ തോന്നിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകി. ഇതോടെ മൃതദേഹം ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്താനാണ് പോലീസിൻ്റെ തീരുമാനം. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ അസീമിന് മർദ്ദനമേറ്റിരിക്കാമെന്നാണ് സംശയം. തിരുവോണ ദിവസമായ 5-ന് വൈകിട്ടാണ് മദ്യപിച്ച് ലക്കുകെട്ട നിലയിൽ അസീമിനെ ബന്ധുവായ യുവാവ് വീട്ടിലെത്തിച്ചത്. നേരം വെളുത്തിട്ടും ഉറക്കമെഴുന്നേൽക്കാതെ വന്നതോടെ ആദ്യം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതായി സ്കാനിങ്ങിൽ വ്യക്തമായെങ്കിലും
പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 7-ന് സംസ്കരിക്കുകയും ചെയ്തു. ഇതിനിടെ ശരീരത്തിലെ ചില പാടുകൾ കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്തെത്താൻ കാരണം. ആരാണ് എന്താണെന്നുള്ളതും തിരിഞ്ഞു കിട്ടണം എനിക്ക്, അത്രേ ഉള്ളൂ. ഇവന്റെ കണ്ണും മേടിച്ച് കുടിച്ച് നടക്കുന്ന ആൾക്കാർ എന്നെ ചെയ്തതാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് പറയാൻ കഴിയില്ല. ഇവന്റെ കൂട്ടത്തിൽ ഇവനെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് മറ്റുള്ള കമ്പനിക്കാരെ കൊണ്ടുപോയി കുടിപ്പിക്കലാണ്. സംശയം എന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നെഞ്ഞിൻ്റെ അവിടെ ഒരു പാടുണ്ടേനു, പിന്നെ കൈയിന് വലത്തെ കൈയിൻ്റെ മസിലിൻ്റെ അവിടെ ഒരു ചുവന്ന അടിയാളം, മുഖത്ത് 2 പാടും ഉണ്ടേനു. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടോ? ആ, അങ്ങനെയാണ് പോലീസിന് കേസ് എടുത്തത്. പിന്നെ തലയിൽ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. വീട്ടിലെത്തും മുമ്പ് അസീം സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. മദ്യപാനത്തിന് ശേഷം വാക്കുതർക്കമോ സംഘർഷമോ ഉണ്ടായോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. കോനാട്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് മൃതദേഹം സംസ്കരിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. ധർമ്മസ്ഥലയിൽ അടിമുടി ദുരൂഹതയാണ്. മുൻ ശുചീകരണ തൊഴിലാളി പറയുന്നതാണോ പോലീസ് പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? കേസിൽ മുഖ്യസാക്ഷിയായ ചിന്നയുടെ വെളിപ്പെടുത്തൽ വ്യാജമെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുമ്പോഴാണ് അവിടെ നിന്ന് അസ്ഥികഷ്ണങ്ങൾ കണ്ടെടുത്തത്. ഇതോടെ ബംഗളഗുണ്ടയിൽ മൃതദേഹാവശിഷ്ടങ്ങൾക്കായി വീണ്ടും SIT പരിശോധന ആരംഭിച്ചു. അതിനിടെ യൂട്യൂബർ മനാഫിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കോടതിയിൽ തെളിവിനായി ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ SITക്ക് കൈമാറിയതായി മനാഫ് വ്യക്തമാക്കി. ധർമ്മസ്ഥലയിലെ ബംഗളഗുണ്ടിയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾക്കായി SIT തിരച്ചിൽ പുനരാരംഭിച്ചത്. കൊല്ലപ്പെട്ട സൗജന്യയുടെ ബന്ധു വിട്ടൽ ഗൌഡ ചൂണ്ടിക്കാട്ടിയ ഇടങ്ങളിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുഴിച്ചു പരിശോധിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ബംഗളഗുണ്ടയിൽ നടത്തിയ പരിശോധനയിൽ 1-ലധികം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് SIT ഇവിടം കേന്ദ്രീകരിച്ച് വീണ്ടും പരിശോധന ആരംഭിച്ചത്. നേത്രാവതി പുഴയോട് ചേർന്നുള്ള പ്രദേശമാണ് ബംഗളഗുണ്ടയെന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി വിട്ടല ഗൌഡ ഒരു കന്നഡ ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് SIT നടത്തിയ പരിശോധനയിൽ 5 മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇവ വിദഗ്ധ പരിശോധനയ്ക്കായി ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ തെളിവിനായി കോടതിയിൽ ഹാജരാക്കിയ തലയൊട്ടി ബംഗളഗുണ്ടയിൽ നിന്ന് കുഴിച്ചെടുത്തതാണെന്ന് SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം യൂട്യൂബറും ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകനുമായ മനാഫിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസമാണ് മനാഫിനെ SIT ചോദ്യം ചെയ്തത്. അന്വേഷണത്തിന് സഹായകരമായ നിർണായക തെളിവുകൾ SITക്ക് കൈമാറിയതായി മനാഫ് പറഞ്ഞു. മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കോടതിയിൽ തെളിവിനായി ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് SITക്ക് കൈമാറിയതെന്നും മനാഫ്. തികച്ചും സൗഹാർദ്ദപരമായ ഒരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്താ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ചില ദുരൂഹതകൾ ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എന്താ പറഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി വരുത്തൽ SITനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു തലയോട്ടിൻ്റെ കാര്യത്തിൽ അതിന് SITനെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സഹായിക്കാൻ ഞാൻ കാരണം സാധിച്ചിട്ടുള്ളത്. അതിലൊരു ചെറിയൊരു എന്താ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ തലയോട്ടി കൊണ്ടുവന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു തെളിവോ കാര്യങ്ങളോ മറ്റുള്ള ഇതില്ലേനു. എൻ്റെ ഇടപെടൽ കാരണം ഞാൻ അതിനുള്ള പൂർണ്ണമായ തെളിവുകൾ കൊടുത്ത്. ധർമ്മസ്ഥല കേസിൽ SITയുടെ അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ് വീണ്ടും വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ SITയുടെ തുടർ നീക്കങ്ങളും നിർണായകമാകും. ന്യൂസ് 18 ധർമ്മസ്ഥല. കോഴിക്കോട് സരോവരത്ത് നിന്ന് 6 വർഷം മുൻപ് കാണാതായ വിജിലിനെ എവിടെയാണ് കൊന്നു കുഴിച്ചു മൂടിയത്? മൃതദേഹത്തിനായുള്ള തിരച്ചിലിനിടെ അന്വേഷണ സംഘത്തിന് ചില നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 2ാം ഘട്ട തിരച്ചിൽ നടക്കുമ്പോഴാണ് ചതുപ്പിൽ നിന്ന് വിജിലിൻ്റെ ഷൂസ് കണ്ടെടുത്തത്. വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഷൂ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തു നിന്നും വൈകാതെ മൃതദേഹാവശിഷ്ടവും കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ.
രണ്ടാം ഘട്ട തിരച്ചിലിന്റെ 3ാം ദിനത്തിലാണ് നിർണായകമായ തെളിവുകളിലൊന്ന് ലഭിച്ചത്. ചതുപ്പിൽ നിന്നും ലഭിച്ച ഇടതുകാലിലെ ഷൂസ് വിജിലിന്റെതെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ഷൂസ് കണ്ടെത്തിയ ഭാഗത്തു നിന്നും ഏതാനും മീറ്ററുകൾ മാറിയായിരുന്നു പ്രതികൾ വിജിലിനെ ചതുപ്പിൽ താഴ്ത്തിയത്. പിന്നീട് കുറച്ചു ദൂരം ചതുപ്പിലൂടെ വലിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഷൂസും മൃതദേഹാവശിഷ്ടവും തമ്മിൽ ദൂരവ്യത്യാസമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയതിനു ശേഷമായിരുന്നു പ്രദേശത്തെ ഒന്നാകെ വെള്ളത്തിലാഴ്ത്തിയ പ്രളയമുണ്ടായത്. ഇതുമൂലം ശരീരാവശിഷ്ടത്തിന് സ്ഥാനചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് പറയുന്നു. മൃതദേഹം ചവിട്ടി താഴ്ത്തിയതായി പ്രതികൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തേക്ക് വഴി നിർമ്മിച്ച ശേഷം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചെളി പുറത്തേക്കെടുത്തായിരുന്നു പരിശോധന. കൂടുതൽ യന്ത്രങ്ങളും സ്ഥലത്തെത്തിച്ചിരുന്നു. പ്രതികളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം 3 ദിവസം തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം ചവിട്ടി താഴ്ത്തിയതായി പറയുന്ന സ്ഥലത്തേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല. മഴ കനത്തോടെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് വീണ്ടും പരിശോധന ആരംഭിച്ചത്. കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുമായാണ് തെരച്ചിൽ നടത്തുന്നത്. 5 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. തഹസിൽദാർ AM പ്രേംലാൽ, എടത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. മൃതദേഹം കണ്ടെത്താൻ കഴിവുള്ള പോലീസ് നായ്ക്കളെയും സ്ഥലത്തെത്തിച്ചിരുന്നു. വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിനെ 2019 മാർച്ചിലാണ് കാണാതായത്. ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചുവെന്നും പിന്നീട് സരോവരത്ത് ചതുപ്പിൽ മൃതദേഹം കെട്ടിത്താഴ്ത്തിയെന്നുമാണ് പ്രതികളുടെ മൊഴി. യുവാവിനെ കാണാതായ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് പുനരന്വേഷിക്കുന്നതിനിടയിലാണ് എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ വിവരം കിട്ടിയത്. ന്യൂസ് 18 കോഴിക്കോട്. നാട്ടുംപുറങ്ങളിൽ ഓണാഘോഷത്തിനിടെ തർക്കവും വാക്കേറ്റവും ചെറിയ കയ്യാങ്കളിയുമൊക്കെ സ്വാഭാവികമാണല്ലേ. എന്നാൽ ചില സംഘർഷങ്ങൾ വലിയ ഏറ്റുമുട്ടലിലേക്ക് വരെ നീങ്ങിയേക്കാം. കോതമംഗലം കീരമ്പാറയിൽ ഓണാഘോഷ പരിപാടിക്കിടെ ഉണ്ടായ വാക്കുതർക്കം അക്രമത്തിൽ കലാശിച്ചു. കൈകുട്ടിക്കളി മത്സരം നടക്കുമ്പോഴുണ്ടായ ആവേശത്തുള്ളലാണ് കയ്യാങ്കളിയിലേക്ക് മാറിയത്. അക്രമത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കേസുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് കോതമംഗലം കീരമ്പാറയ്ക്ക് സമീപം ഓണാഘോഷ പരിപാടിക്കിടെ സംഘർഷമുണ്ടായത്. കൈകൊട്ടിക്കളി മത്സരം നടക്കുമ്പോഴുണ്ടായ പ്രശ്നങ്ങളാണ് കൂട്ടയടിക്ക് കാരണം. ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനും കയ്യാങ്കളിക്കുമിടയിൽ ഒരാൾ കുഴഞ്ഞു വീണു. പരുക്കേറ്റയാളെ കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ അർദ്ധരാത്രിയോടെ ഹൈറേഞ്ച് ജംഗ്ഷന് സമീപത്തെ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് വീണ്ടും സംഘർഷമുണ്ടായി. അക്രമത്തിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി ഉൾപ്പെടെ 4 പേർക്ക് കമ്പിവടിക്ക് അടിയേറ്റു. സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോയിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കീരമ്പാറ സ്വദേശികളായ അജിത്, അമൽ, സഞ്ജയ്, അലക്സ് ആന്റണി, ജിഷ്ണു എന്നിവരെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ അജിത് വിവിധ സ്റ്റേഷനുകളിലായി 13 കേസുകളിലും, അമൽ സജി 3 കേസുകളിലും, ജിഷ്ണു 4 കേസുകളിലും പ്രതിയാണ്. ന്യൂസ് 18 കോതമംഗലം. കോൺഗ്രസിന്റെ സൈബർ പോരാളിയാണ് നിസാർ കുമ്പിള എന്ന ചെറുപ്പക്കാരൻ. സൈബറിടത്ത് രാഷ്ട്രീയ എതിരാളികളെ അയാൾ കടന്നാക്രമിക്കും. കോൺഗ്രസിലെ ഒരു ഭാഗം നേതാക്കളും ഇയാളുടെ സൈബർ ആക്രമണത്തിന് ഇരകളായിട്ടുണ്ട്. എന്നാൽ സൈബറിടത്ത് മാത്രമല്ല, തെരുവിലും ഇയാൾ ഗുണ്ടായിസം കാണിക്കാറുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മലപ്പുറം ചങ്ങരംകുളത്ത് വെച്ച് കാർ യാത്രക്കാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് നിസാറിൻ്റെ തനി സ്വഭാവം പുറത്തു വന്നത്. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആക്രമിച്ചെന്നാണ് യുവാക്കൾ പറയുന്നത്. അന്ന് ആ കേസിൽ നിസാറിനെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ചങ്ങരംകുളത്തിനടുത്ത് വളയംകുളത്ത് 4 മാസം മുമ്പ് നടന്ന അക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. കോൺഗ്രസിന്റെ സൈബർ പോരാളിയായ നിസാർ കുമ്പിള വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കാർ യാത്രികരായ യുവാക്കളെ ആക്രമിച്ചെന്നാണ് പരാതി. കാർ തടഞ്ഞു നിർത്തി നിസാർ യുവാക്കളെ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കാ, ഇത്
സംഭവം നടന്ന സമയം തന്നെ യുവാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. കേസെടുത്ത ചങ്ങരംകുളം പോലീസ് നിസാറിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. കസ്റ്റഡിയിലെടുക്കുന്ന സമയം നിസാർ പോലീസിനോട് കയർത്ത് സംസാരിക്കുകയും തട്ടിക്കേറുകയും ചെയ്തതായി ആരോപണമുയർന്നിരുന്നു. നിസാർ വധഭീഷണി മുഴക്കിയതായും യുവാക്കളുടെ പരാതിയിൽ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നിസാർ കുമ്പള. ന്യൂസ് 18 തിരൂർ. ട്രെയിനുകളിലും ബസ്സുകളിലും കച്ചവടം നടത്താൻ എത്തുന്ന ചില ആളുകളെ കാണാറുണ്ട്. യാത്രക്കാരെ ലക്ഷ്യമിട്ട് ട്രെയിനിൽ കയറുന്ന ഇത്തരം കച്ചവടക്കാർ പലപ്പോഴും ടിക്കറ്റ് ഒന്നും എടുക്കാറില്ല. TTR പിടികൂടുമ്പോൾ അവരിൽ നിന്ന് പിഴയും ഈടാക്കും. ഇങ്ങനെ ടിക്കറ്റും രേഖകളും ഇല്ലാതെ ട്രെയിനിൽ ശീതളപാനീയം വിൽക്കാൻ കയറിയ ആളെ TTR കൈയോടെ പിടികൂടി. ടിക്കറ്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഓടുന്ന ട്രെയിനിൽ നിന്ന് അയാൾ എടുത്തു ചാടി. വീഴ്ചയിൽ മലപ്പുറം താനൂർ സ്വദേശി അഷ്കറിന് സാരമായ പരിക്കുണ്ട്. ടിക്കറ്റ് ഇല്ലാത്തതിനാൽ നടപടിയെടുക്കുമെന്ന് TTR അറിയിച്ചതോടെ ഭയന്നാണ് ഇയാൾ ട്രെയിനിൽ നിന്നും ചാടിയത്. എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് മലപ്പുറം താനൂരിലെത്തിയപ്പോഴാണ് വേഗത്തിലോടുന്ന ട്രെയിനിൽ നിന്ന് യുവാവ് ചാടിയത്. പരിശോധിക്കാനായി ടിക്കറ്റും രേഖകളും TTE ആവശ്യപ്പെട്ടപ്പോൾ താനൂർ പാണ്ടിമുറ്റം സ്വദേശിയായ അഷ്കർ ട്രെയിനിൽ നിന്ന് ചാടുകയായിരുന്നു. നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ താനൂർ ചിറക്കൽ ഓവു പാലത്തിന് സമീപത്തു നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. സാരമായി പരിക്കേറ്റ അഷ്കർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. യാത്രക്കാരുടെ രേഖകൾ പരിശോധിക്കാനെത്തിയ TTE ശീതളപാനീയങ്ങൾ വിൽക്കുകയായിരുന്ന അഷ്കറിനോടും ടിക്കറ്റും തിരിച്ചറിയൽ രേഖകളും ആവശ്യപ്പെട്ടു. ഇവ കൈവശം ഇല്ലാതിരുന്നതിനാൽ നടപടിയെടുക്കുമെന്ന് TTE അറിയിച്ചതോടെ ഓടുന്ന ട്രെയിനിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 തിരൂർ. വിദേശ രാജ്യങ്ങളിലെ സാമ്പത്തിക തർക്കത്തിൽ നാട്ടിൽ പ്രതികാരം. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള പല കേസുകൾക്ക് പിന്നിലും ഇതുപോലൊരു കഥ പറയാനുണ്ട്. മലപ്പുറം താനൂരിൽ യുവാവിനെ ആക്രമിച്ച് 2 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസ് വിദേശത്തു നിന്നുള്ള കൊട്ടേഷനായിരുന്നു. ആ കേസിൽ കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്തവർ പിടിയിലായെങ്കിലും മുഖ്യപ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ മുഖ്യപ്രതികളായ ഷാജഹാൻ, സാദിഖ് അലി എന്നിവർക്കായി താനൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രതികളുടെ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. താനൂരിൽ തെന്നല സ്വദേശിയെ ആക്രമിച്ച് 2 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികൾക്കായാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. കേസിലെ മുഖ്യപ്രതികളായ തിരൂർ BP അങ്ങാടി സ്വദേശി ഷാജഹാൻ, കൂരിയാട് സ്വദേശി സാദിഖ് അലി എന്നിവർക്കായാണ് നോട്ടീസ് പുറത്തിറക്കിയത്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ വിദേശത്തുള്ള ഷാജഹാനാണെന്നും പണം തട്ടിയെടുക്കാൻ വേണ്ട ഒത്താശ ചെയ്ത് സാദിഖ് അലി ആണെന്നും വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത 3 പ്രതികളെയും സംഭവം നടന്ന് ഏതാനും ദിവസങ്ങൾക്കകം പിടികൂടിയിരുന്നു. കവർച്ചയുടെ മുഖ്യ ആസൂത്രകരായ ഷാജഹാന്റെയും സാദിഖ് അലിയുടെയും സ്ഥാപനങ്ങളിൽ ചൊവ്വാഴ്ച പോലീസ് റെയ്ഡും നടത്തി. തിരൂരിലെ സീഷർ മേയർ എന്ന ധനകാര്യ സ്ഥാപനത്തിലും വേങ്ങരയിലെ സ്ഥാപനത്തിലുമാണ് റെയ്ഡ് നടന്നത്. കഴിഞ്ഞ മാസം 14-നാണ് കാറിലെത്തിയ സംഘം വടിവാൾ വീശി തെയ്യാള സ്വദേശിയിൽ നിന്ന് 1,90,00,000 രൂപ തട്ടിയെടുത്തത്. തിരുരങ്ങാടി സ്വദേശി തടത്തിൽ അബ്ദുൽ കരീം, പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശി മംഗലശ്ശേരി രജീഷ്, പരപ്പനങ്ങാടി പന്താരങ്ങാടി വലിയ പീടിയക്കൽ മുഹമ്മദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൃത്യം നടത്തി ഗോവയിലേക്ക് കടന്ന പ്രതികൾ തിരിച്ചുവരും വഴി കോഴിക്കോട്ട് നിന്നും പിടിയിലായത്. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.
പട്ടാമ്പി കൊപ്പം മണ്ണേങ്ങോട് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കരിങ്ങനാട് കമ്പ്രത്താൾ സ്വദേശി കളപ്പാറപ്പറമ്പിൽ ദിനേശ് ബാബുവാണ് മരിച്ചത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് മൊത്തവിൽപ്പന നടത്തുന്നയാൾ പാലക്കാട് പിടിയിൽ. നെന്മാറ പടപ്പാടത്ത് വീട്ടിൽ ഗോപകുമാറാണ് പിടിയിലായത്. കിഴക്കഞ്ചേരി സ്വദേശി സുന്ദരൻ, ഇയാളുടെ മകളുടെ ഭർത്താവിന്റെ അമ്മ അണക്കെപ്പാറ സ്വദേശി സ്വപ്ന എന്നിവരെ നേരത്തെ കഞ്ചാവുമായി പിടികൂടിയ കേസിന്റെ അന്വേഷണമാണ് ഗോപകുമാറിലേക്ക് എത്തിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജൂലൈ 21 കഞ്ചാവ് പിടിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. എക്സൈസ് പിടികൂടിയത് നിരവധി കേസുകളിലെ പ്രതിയായ പെരിങ്കടവിള തോപ്പിൽ സ്വദേശി അരുൺ രാജനെ. കൗമാരപ്രായത്തിൽ കുട്ടികൾ വളരെ വൈകാരികമായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക. ചെറിയ കുരുത്തക്കേടൊക്കെ കാട്ടുന്ന സമയമാണ്. മാതാപിതാക്കളെക്കാൾ സുഹൃത്തുക്കൾക്കായിരിക്കും കൂടുതൽ പരിഗണന. പഠനത്തിൽ ഒരൽപ്പം പിന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. ആ സമയത്ത് അവരെ ഉപദേശിക്കുകയോ വഴക്കു പറയുകയോ ചെയ്യുന്നത് വിപരീത ഫലമേ ഉണ്ടാക്കൂ. അതൊരു പക്ഷേ കുട്ടികളുടെ മനസ്സിനെ കൂടുതൽ മുറിവേൽപ്പിക്കാം. തന്നെ ആരും കേൾക്കാനും മനസ്സിലാക്കാനും ഇല്ലെന്ന തോന്നൽ ആത്മഹത്യയിലേക്ക് പോലും നയിക്കാം. തിരുവനന്തപുരം പാറശാലയിലും പാലക്കാട് കൊല്ലങ്കോടും 2 +2 വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചതും അതാണ്. പാറശാല സ്വദേശിനി നയനയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലും കൊല്ലങ്കോട്ടെ ഗോപികയെ തീപ്പൊള്ളലേറ്റ നിലയിലുമാണ് കണ്ടെത്തിയത്. 2 പേരുടെ ആത്മഹത്യക്ക് പിന്നിലും എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. 16ഉം 17ഉം വയസ്സുള്ള പെൺകുട്ടികൾക്ക് മേൽ മാതാപിതാക്കളുടെ അതീവ ശ്രദ്ധയും കരുതലും വേണ്ട സമയമാണ്. അച്ഛനമ്മമാരുടെ സ്നേഹവും പരിഗണനയും ഉണ്ടെങ്കിൽ കുട്ടികളുടെ ജീവിതം കൈവിട്ടു പോകില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകും. നമസ്കാരം.